ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ഈ ചൂടിൽ ദാഹവും വിശപ്പുമൊക്കെ മാറ്റാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് ഈ ഫ്രൂട്ട് ഡ്രിങ്ക് കിട്ടുന്നത്. കസ്റ്റേർഡ് പൗഡർ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. ഇതൊരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വിശപ്പും ദാഹവും മാറിക്കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെൽ ബട്ടണിൽ ഓളും കൂടി ഇനേബിൾ ചെയ്യണം. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഈ ഫ്രൂട്ട് ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 6 ഞാലിപ്പൂവൻ കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പാല് തിളപ്പിച്ചിട്ട് തണുപ്പിച്ചതാണ്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രത്തോളം മധുരം വേണോ അത്രത്തോളം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് ഇടേണ്ടതില്ല. ഇനി ഇത് നല്ലപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ 1 കപ്പ് പാലൊഴിച്ചിട്ടാണ് നമ്മളിത് അടിച്ചെടുത്തത്. പഴം നല്ല പോലെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാ പാലും ഒരുമിച്ച് അടിച്ചെടുക്കാനത്. അപ്പോൾ ഇത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ സബ്ജ സീഡ്. 1 കപ്പ് വെള്ളത്തിൽ ഞാൻ ആദ്യം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് ഞാലിപ്പൂവൻ പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കറുത്ത മുന്തിരി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പേരക്കയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഈന്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ആപ്പിൾ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കാണ്. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ സർബത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില നാട്ടിൽ ഇതിനെ നന്നാറി സിറപ്പ് എന്നാണ് പറയണത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിയിലാണ് നമുക്ക് ഈ ഡ്രിങ്ക് കിട്ടുന്നത്. നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്കിത് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഉറപ്പായിട്ടും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കണം. അപ്പം ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു.